ആ മലരായി കതിരായി പനിനീർ കണമായി കുളിരണിയും സുകൃതം മലയാളം. നമസ്കാരം. മലയാളം വ്യാകരണത്തിലെ പേരച്ചം, വിനയച്ചം കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷനാണല്ലേ? കാഴ്ചയിൽ രണ്ടും ഏകദേശം ഒരുപോലെയിരിക്കും, പക്ഷേ സംഗതി വേറെയാണ്. പേടിക്കണ്ട, ഈ കൺഫ്യൂഷൻ നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാം. ഈ സംഭവം ശരിക്കും മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ പസിലിൽ നിന്ന് തന്നെ തുടങ്ങാം. മലയാളത്തിലെ വളരെ പ്രശസ്തമായ ഒരു കവിതയിലെ 2 വരികൾ വെച്ചാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ഈ വരികളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിന്റെ കണ്ണുകൾ. മനസ്സിൽ തറയ്ക്കുന്നൊരു ചിത്രമാണല്ലേ ഇത്? ശരി, ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഈ വരികളിൽ ഒരു പേരച്ചം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ ചോദ്യം ഇതാണ്, ഇതിലേതാണ് പേരച്ചം? ഓപ്ഷൻസ് ഞാൻ പറയാം. എ നിരത്തിൽ കാക്ക, ബി പെണ്ണിന്റെ കണ്ണുകൾ, സി ചത്ത പെണ്ണ്, ഡി കാക്ക കൊത്തുന്നു. ഏതായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഓക്കെ, ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ചത്ത പെണ്ണ് എന്നതാണ്. അതെന്താ അങ്ങനെ വന്നത്? മറ്റുള്ളവർ എന്തുകൊണ്ട് തെറ്റായി? കാരണം ചത്ത എന്നൊരു വാക്ക് അവിടെ പെണ്ണ് എന്ന പേരിനെ വിശേഷിപ്പിക്കുകയാണ്. ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോ എന്താണ് ഈ പേരച്ചം എന്ന് പറയുന്നത്? നമ്മുടെ ഉദാഹരണത്തില് ചത്ത എന്ന വാക്ക് പെണ്ണ് എന്ന പേരിന് ഒരു പ്രത്യേക അർത്ഥം കൊടുക്കുന്നുണ്ടല്ലേ? ആ ഒരു ബന്ധത്തിലാണ് പേരച്ചത്തിന്റെ മുഴുവൻ രഹസ്യവും ഇരിക്കുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാല്, സാധാരണ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഒരു ക്രിയ ഒരു പേരിനെ അല്ലെങ്കിൽ നാമത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി വന്നാൽ അതാണ് പേരച്ചം. അതായത് ഒരു ക്രിയ ഇവിടെ ഒരു എഡ്ജക്റ്റീവിന്റെ റോൾ എടുക്കുകയാണ്. ചത്ത എന്നത് സത്യത്തിൽ ഒരു ക്രിയയിൽ നിന്ന് വരുന്ന രൂപമാണ്, പക്ഷെ ഇവിടെ അത് പെണ്ണ് എന്ന നാമത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. പേരച്ചത്തിന് പ്രധാനമായും 2 സ്വഭാവങ്ങളുണ്ട്. ഒന്നാമത്തേത്, അതിന് ഒറ്റയ്ക്ക് നിന്നാലൊരു വാക്യം പൂർണ്ണമാക്കാൻ പറ്റില്ല. രണ്ടാമത്തേത്, അതെപ്പോഴും ഒരു പേരിന് തൊട്ടു മുമ്പിൽ വന്നിട്ട് അതിനെപ്പറ്റി കൂടുതൽ വിവരം തരും. നമ്മുടെ ഉദാഹരണത്തിൽ പെണ്ണെന്ന പേരിനോട് എങ്ങനെയുള്ള പെണ്ണ് എന്ന് ചോദിച്ചാൽ എന്തുത്തരം കിട്ടും? ചത്ത പെണ്ണ്. കണ്ടില്ലേ, ചത്ത എന്ന ആ അപൂർണക്രിയ ആ പേരിനെ കൃത്യമായിട്ട് വിശേഷിപ്പിച്ചു. ഇനി നോക്കൂ, ഇതിലെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പേരച്ചത്തിന് ഭൂതകാലവും ഭാവികാലവും ഒക്കെ കാണിക്കാൻ പറ്റുമെന്നതാണ്. കഴിഞ്ഞുപോയ ഒരു കാര്യത്തെപ്പറ്റി പറയാൻ ഓടിയ, പാടിയ എന്നൊക്കെ ആ എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്ന രൂപങ്ങൾ ഉപയോഗിക്കും. ഇനി നടന്നുകൊണ്ടിരിക്കുന്നതോ വരാനിരിക്കുന്നതോ ആയ കാര്യങ്ങളെപ്പറ്റി പറയാൻ ഓടുന്ന അല്ലെങ്കിൽ ഓടും എന്നും ഉപയോഗിക്കാം. കണ്ടോ, ഓടിയ കുതിര എന്ന് പറഞ്ഞാൽ ഓട്ടം കഴിഞ്ഞു, ഓടുന്ന കുതിരയെന്ന് പറഞ്ഞാലോ ഓട്ടം തുടരുന്നു. ശരി, ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് കടക്കാം. പേരച്ചം ഒരു പേരിനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അപ്പോ ഒരു അപൂർണക്രിയ മറ്റൊരു ക്രിയയെ തന്നെ വിശേഷിപ്പിച്ചാലോ? അതാണ് വിനയച്ചം. പേരിൽ തന്നെയുണ്ട് വിനയേ, അതായത് ക്രിയയെ എച്ചമാക്കി നിർത്തുന്നത്. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. പേരച്ചം ഒരു സാധനത്തെയോ ആളെയോ, അതായത് ഒരു നാമത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ വിനയച്ചം ഒരു പ്രവൃത്തിയെയാണ് വിശേഷിപ്പിക്കുന്നത്. ഒന്ന് എങ്ങനെയുള്ള നാമം എന്ന ചോദ്യത്തിന് ഉത്തരം തരും, മറ്റേത് പ്രവൃത്തി എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു തരും. വിനയച്ചമെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പൊട്ടിയ ചങ്ങല പോലെയാണ്. അതിന് ഒറ്റയ്ക്ക് ഒരർത്ഥമില്ല. അതിന്റെ അർത്ഥം പൂർണ്ണമാകണമെങ്കിൽ മറ്റൊരു പ്രധാന ക്രിയയുമായി അതിനെ കൂട്ടിയോജിപ്പിക്കണം. വിനയച്ചത്തിന് പലതരങ്ങളുണ്ടെങ്കിലും ഏറ്റവും സാധാരണയായി കാണുന്ന 2 എണ്ണം നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് മുൻവിനയച്ചം. ഇത് ഒരു പ്രവൃത്തിക്ക് മുൻപ് നടന്നതിനെ കാണിക്കുന്നു. ഉദാഹരണത്തിന്, അവൻ വന്നുപോയി എന്ന് പറഞ്ഞാൽ പോകുന്നതിനു മുൻപ് വരിക എന്ന പ്രവൃത്തി നടന്നുകഴിഞ്ഞു. അടുത്തത് പിൻവിനയച്ചം. ഇത് ഒരു പ്രവൃത്തിയുടെ ഉദ്ദേശ്യത്തെയാണ് കാണിക്കുന്നത്. അവൻ കാണുവാൻ വന്നു എന്ന് പറഞ്ഞാൽ അവൻ വന്നതിന്റെ ഉദ്ദേശ്യമെന്തായിരുന്നു? കാണുക എന്നതായിരുന്നു. ഓക്കെ, നമ്മളിപ്പോ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ഒന്നുകൂടി ഓർമ്മയിൽ ഉറപ്പിക്കാൻ സമയമായി. പേരച്ചവും വിനയച്ചവും തമ്മിലുള്ള ആ പ്രധാന വ്യത്യാസം എന്താണെന്ന് നമുക്ക് അവസാനമായി ഒന്നുകൂടി നോക്കാം. ഈ വ്യത്യാസം ശരിക്കും ശ്രദ്ധിക്കണേ. പാടിയ എന്ന് മാത്രം പറഞ്ഞാൽ ആ വാക്യം മുഴുമിക്കില്ല, അല്ലേ? പാടിയ എന്ത് എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അപ്പോ അവിടെ പാട്ട് എന്നൊരു പേര്, അതായത് ഒരു നാമം വരണം. ഇനി പാടി എന്ന് പറഞ്ഞാലോ, പാടി എന്തു ചെയ്തു എന്നല്ലേ ചോദ്യം വരിക. അപ്പൊ അവിടെ നിർത്തി എന്നൊരു ക്രിയയാണ് വേണ്ടത്. കണ്ടോ,
ഒന്ന് നാമത്തെ ആശ്രയിക്കുന്നു, മറ്റേത് ക്രിയയെ. സംഭവം സിമ്പിൾ. അപ്പൊ നമ്മൾ ഇന്ന് കണ്ട ഈ എച്ചങ്ങളെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വാക്യത്തിന് പൂർണ്ണത കിട്ടാൻ വേണ്ടി ഇങ്ങനെ പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്ന ഈ അപൂർണ രൂപങ്ങൾ, അതുതന്നെയല്ലേ നമ്മുടെ മലയാള ഭാഷയുടെ ഘടനയുടെ ഒരു ഭംഗിയെന്ന് പറയുന്നത്?